ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിലജിതമായ ശിവശതകം ശ്ലോകം 96. പിണയിനി കണയാതെ ഇനി തിരുപ്പണിവിടയ്ക്കൊരു ഭക്തിയുറയ്ക്കണം. തണലിലിരുന്നരുളുന്നതു ചെഞ്ചിടക്കണിയുമമ്പഗംഗയുടെ തിര. പിണി ദുഃഖം അണയാതെ ഉണ്ടാകാതെ. തിരുപ്പണിവിട ക്ഷേത്ര പരിസരം വൃത്തിയാക്കുക, മാല കെട്ടുക മുതലായ ദാസ്യവൃത്തികൾ. അംബരഗംഗ ആകാശഗംഗ. എനിക്ക് ദുഃഖമൊന്നും ഉണ്ടാകാതെ അങ്ങയുടെ ദാസ്യകൃത്യങ്ങളിൽ മുഴുകിയിരിക്കുവാനുള്ള താൽപ്പര്യവും അതുവഴി അങ്ങയിൽ ഭക്തിയും ഉറയ്ക്കുമാറാകണം. അങ്ങ് കൽപ്പപാദത്തണലിൽ ഇരുന്ന് അരുൾ ചെയ്യുന്നത് അങ്ങയുടെ ചെഞ്ചിടയിൽ അണിയുന്ന വിണ്ണാറിൻ്റെ തിര പോലെ ഉദാത്തവും ശുദ്ധവും സമൃദ്ധവും അനുസ്യൂതവും ശീതളവും ആണ്. ഇനിമേൽ എനിക്ക് ക്ലേശമൊന്നും ഉണ്ടാകാതെ ഭഗവാന്റെ കൽപ്പന കേട്ട് നടക്കുന്നതിനു തക്ക ഭക്തിയുണ്ടാകണം. ഭഗവാന്റെ തലയിൽ ഒളിഞ്ഞിരിക്കുന്നത് ചുവന്ന ജടയിൽ അണിഞ്ഞിരിക്കുന്ന ദേവഗംഗയുടെ കല്ലോലമാണെന്ന് ഞാൻ അറിയുന്നു. ഭഗവാന്റെ കൽപ്പന കേട്ടു നടക്കൽ. പണി എന്ന പദത്തിന് കൽപ്പന എന്നർത്ഥം. വിട എന്നതിനെ കേട്ടു നടക്കുക എന്നും. ഭക്തി നല്ലവണ്ണം ഉറച്ചാൽ ജീവിതത്തിലെ ഏതു കാര്യവും നിർവഹിക്കുന്നതിലും ഭഗവാന്റെ വ്യക്തമായ നിർദ്ദേശം ഉള്ളിൽ തെളിയും. മഹാന്മാരായ ഭക്തന്മാരെല്ലാം അങ്ങനെയാണ് ജീവിതകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഭഗവാന്റെ കൽപ്പന കേട്ടു നടന്നാൽ ദേവഗംഗയുടെ അമൃതം നുകർന്ന് ആനന്ദിക്കാനും ഇടവരും. ഈ കാര്യങ്ങളാണിവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭഗവാന്റെ ജടയിൽ ഒളിഞ്ഞിരിക്കുന്ന അംബരഗംഗയുടെ തിര കാണാനിടയായാൽ എന്താണ് ഫലം എന്ന് അടുത്ത പദ്യത്തിൽ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. കണിയും തിരമാലയിൽ തണിയുമന്വ്യസനങ്ങളതൊക്കെയും ചെറുപ്പതിനെപ്പോഴും കണികൾ